നന്ദിയാൽ പാടുന്നു ദൈവമേ, അൻപാർന്നതിൻ ത്യാഗമോർക്കുന്നു. നന്ദിയാൽ പാടുന്നു ദൈവമേ, അൻപാർന്നതിൻ ത്യാഗമോർക്കുന്നു. മാതാവിന്റെ വലിയ ഭക്തനും ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്നേഹിക്കുന്നവനുമായ സുരേഷ് ഗോപിക്ക് തൃശൂരിൽ തിളക്കമാർന്ന ജയം. സുരേഷ് ഗോപി പരിശുദ്ധ മാതാവിന് സമർപ്പിച്ച സ്വർണ്ണ കിരീടത്തെ പോലും ദുരുപയോഗിച്ച് സുരേഷ് ഗോപിയെ അപമാനിച്ചവർക്ക് സ്വർഗരാജ്ഞിയായ പരിശുദ്ധ മറിയം നൽകിയ മറുപടി കൂടിയായി വേണം തൃശൂരിൽ സുരേഷ് ഗോപിക്ക് ലഭിച്ച മിന്നും വിജയത്തെ കാണാൻ. ഈസ്റ്ററിനോടനുബന്ധിച്ച് ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെയും ഉദ്ധാനത്തെയും പ്രകീർത്തിച്ച് സുരേഷ് ഗോപിയും ഭാര്യ രാധികയും ചേർന്ന് പാടിയ ഗാനം 1 കോടിയോളം മലയാളികൾ ഹൃദയത്തിൽ ഏറ്റെടുത്തപ്പോൾ തന്നെ ക്രൈസ്തവ വിശ്വാസികളിൽ പലരും തിരിച്ചറിഞ്ഞതാണ് ഇത്തവണ തൃശൂരിൽ വിജയിക്കാനുള്ള ദൈവത്തിന്റെ അംഗീകാരം സുരേഷ് ഗോപി നേടിക്കഴിഞ്ഞുവെന്ന്. സിനിമാ അഭിനയം വഴി തനിക്ക് ഇതുവരെ ലഭിച്ച പ്രതിഫലത്തിന്റെ ഭൂരിഭാഗവും പാവപ്പെട്ടവർക്കും അശരണർക്കും വേണ്ടി ചിലവഴിച്ച ഹൃദയത്തിൽ എപ്പോഴും നന്മയും കരുണയും കാത്തുസൂക്ഷിക്കാൻ ശ്രമിക്കുന്ന സുരേഷ് ഗോപി എന്ന മനുഷ്യസ്നേഹിയെ ഒരിക്കൽ കൂടി പരാജയപ്പെടാൻ വിട്ടുകൊടുക്കാൻ ജാതിമത വ്യത്യാസം കൂടാതെ തൃശൂരിൽ രാഷ്ട്രീയത്തിനും അപ്പുറത്ത് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം പേർക്ക് കഴിയില്ലായിരുന്നു എന്നതാണ് സത്യം. എത്രയെത്ര അനാവശ്യ വിവാദങ്ങളിലൂടെയാണ് സുരേഷ് ഗോപി എന്ന മനുഷ്യസ്നേഹി കഴിഞ്ഞ 6 മാസങ്ങൾക്കുള്ളിൽ കടന്നുപോയത്. മനസാവാച കർമ്മണ ചിന്തിക്കുക പോലും ചെയ്യാത്ത പല കേസുകളിൽ പോലും അദ്ദേഹത്തെ പെടുത്തി സുരേഷ് ഗോപിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതിൽ മുൻപന്തിയിൽ ഇസ്ലാമിസ്റ്റുകളും അവരെ പിന്തുണയ്ക്കുന്ന ചില മാധ്യമങ്ങളും മാത്രമല്ല, ഇന്ന് കേരളം ഭരിക്കുന്നവരും മുന്നിൽ തന്നെയുണ്ടായിരുന്നു. കരുവന്നൂരിൽ പണം നഷ്ടപ്പെട്ട പാവപ്പെട്ട മനുഷ്യരുടെ കൂടെ നിന്ന് അവർക്ക് വേണ്ടി വാദിച്ചതും സ്വന്തം കൈകളിൽ നിന്ന് പണമെടുത്ത് അവരിൽ പലരെയും സഹായിച്ചതും സോഷ്യലിസം എന്നത് ഇന്ന് മുദ്രാവാക്യത്തിൽ മാത്രമായി ഒതുക്കിയവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല. കുട്ടിക്കാലം മുതൽ ക്രിസ്ത്യൻ കോൺവെന്റിലെ ബോർഡിംഗ് സ്കൂളിൽ താമസിച്ച് പഠിച്ച് ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് ശീലിച്ച സ്വർഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ തുടങ്ങിയ പ്രാർത്ഥനകൾ ഹൃദ്യസ്ഥമാക്കിയ സുരേഷ് ഗോപിയിൽ വളരെ ചെറുപ്പം മുതൽ തന്നെ ക്രിസ്തുവിനോടും മാതാവിനോടുമുള്ള വലിയ ഭക്തി രൂപപ്പെട്ടിരുന്നു. അങ്ങനെ തന്റെ മനസ്സിൽ രൂപപ്പെട്ട ആദരവും സ്നേഹവുമാണ് നെഞ്ചുരുകും വേദനയിൽ കാൽവരി നിൽപ്പു എന്ന ഗാനം ഭാര്യ രാധികയ്ക്കൊപ്പം ആലപിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. അദ്ദേഹവും ഭാര്യ രാധികയും ചേർന്ന് പാടിയ ആ ഗാനം 3-ൽ 1 മലയാളിയെങ്കിലും കേട്ടുകാണും എന്നാണ് സംഗീതരംഗത്ത് പ്രവർത്തിക്കുന്നവർ വിലയിരുത്തുന്നത്. പാപത്തിന്റെ കൂരിരുളിൽ, ലോകത്തിന്റെ മായകളിൽ വീണുപോയ മാനവാ നീ ഉള്ളുരുകി കരഞ്ഞിടുമ്പോൾ കരമേകി നെഞ്ചോടു ചേർത്തടയ്ക്കാൻ പുതുജീവൻ നിന്നിൽ പകർന്നു നൽകാൻ ഉയർത്തെഴുന്നേറ്റവനീശോ, ദൈവത്തിൻ സൂനോ, നിന്നേകരക്ഷകനീശോ. നന്ദിയാൽ പാടുന്നു ദൈവമേ, അൻപാർന്നതിൻ ത്യാഗമോർക്കുന്നു. നന്ദിയാൽ പാടുന്നു ദൈവമേ, അൻപാർന്നതിൻ ത്യാഗമോർക്കുന്നു. കുട്ടിക്കാലം മുതൽ തന്നിൽ രൂപപ്പെട്ട ക്രിസ്തുവിനോടും മാതാവിനോടും സ്നേഹം മൂലമാകണം ക്രിസ്ത്യൻ പള്ളികൾ കണ്ടാൽ അവിടെ കയറി പ്രാർത്ഥിക്കുക അദ്ദേഹത്തിന്റെ ശീലമാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്തും അദ്ദേഹം തൃശൂരിലെ പല പള്ളികളും സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. വെറും ഇലക്ഷൻ സ്റ്റാൻഡ് മാത്രമാണ് അതെന്നാണ് എതിരാളികൾ ആ സന്ദർശനങ്ങളെ വിശേഷിപ്പിച്ചത്. എന്തായാലും ഹൃദയങ്ങൾ കാണുന്ന ദൈവം പ്രാർത്ഥനയിൽ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത കണ്ട് അദ്ദേഹത്തിന് വിജയം സമ്മാനിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. സുരേഷ് ഗോപി എന്ന പൂർണ്ണ രാഷ്ട്രീയക്കാരനല്ലാത്ത, അതേസമയം ജനങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന വ്യക്തി കേരളത്തിൽ നിന്നുള്ള ആദ്യ BJP MPയായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ തൃശൂരും കേരളവും വലിയ പ്രതീക്ഷയോടെയാണ് അതിനെ നോക്കിക്കാണുന്നത്. അദ്ദേഹം തന്നെ പലതവണ തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് എടുത്തുപറഞ്ഞ വാഗ്ദാനങ്ങളായ മെട്രോ തൃശൂരിലേക്ക് നീട്ടാൻ വേണ്ട നടപടികൾ ആരംഭിക്കുക, ശക്തൻ തമ്പുരാൻ മാർക്കറ്റ് വികസനം, കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു കുടക്കീഴിൽ വരുന്ന തൃശൂരിലെ വിസ്ഡം സിറ്റി പ്രോജക്ട്, കരുവന്നൂർ ബാങ്കിൽ പണം നഷ്ടപ്പെട്ടവർക്ക് അത് തിരിച്ചു കൊടുക്കുവാൻ വേണ്ട നടപടികൾ ത്വരിതപ്പെടുത്തുക, കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിന് കാരണക്കാരായ യഥാർത്ഥ പ്രതികളെ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തൽ തുടങ്ങിയവ അവയിൽ ചിലത് മാത്രമാണ്. കഴിഞ്ഞ 7 വർഷക്കാലം ജനങ്ങൾക്കൊപ്പം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ജാതിമത വ്യത്യാസം കൂടാതെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ കണ്ട് അവരെ സഹായിച്ച
സുരേഷ് ഗോപി തുടർന്നും അവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുമെന്ന് കേരളത്തിലെ ജനം പൂർണ്ണമായി വിശ്വസിക്കുന്നു. പരിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥത്താൽ തൃശൂരിൽ വിജയിച്ചാൽ 10 ലക്ഷം രൂപയുടെ കാഴ്ച സമർപ്പണം തൃശൂരിലെ ലൂർദ് പള്ളിയിൽ സമർപ്പിക്കുമെന്നും സുരേഷ് ഗോപി തന്നെ വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. ആ വാഗ്ദാനം അദ്ദേഹം നിറവേറ്റുമ്പോൾ അടുത്ത വിവാദമുണ്ടാക്കാൻ എതിരാളികൾ ശ്രമിക്കുകയില്ല എന്ന് പ്രതീക്ഷിക്കാം. എന്ത് കിരീടമാണോ ഞാൻ ലൂർദ് മാതാവിന് കൊടുത്തത് അതുപോലെ ഒരു കിരീടമായി തൃശൂരിനെ ഞാൻ എന്റെ തലയിൽ വയ്ക്കും. നെറ്റിപ്പട്ടം കെട്ടി തിടമ്പേറ്റി ഞാൻ കൊണ്ടു നടക്കും. വഞ്ചിക്കില്ല, ചതിക്കില്ല, പറഞ്ഞ വാക്കിൽ നിന്ന് മാറില്ല, ഉറപ്പ്. ഇതായിരുന്നു തൃശൂരിലെ വിജയം ഉറപ്പായ ശേഷം മാധ്യമപ്രവർത്തകരെ കണ്ട സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകൾ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തിരക്കിനിടയിലും ഷെക്കേന ന്യൂസ് സന്ദർശിച്ച് 1 മണിക്കൂർ സമയം ചിലവഴിച്ച് തൃശൂരിനെക്കുറിച്ചുള്ള തന്റെ വികസന സ്വപ്നങ്ങൾ ഷെക്കേന ന്യൂസിനോട് പങ്കുവച്ചിരുന്നു. അദ്ദേഹം തൃശൂരിനെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും കാത്തുസൂക്ഷിക്കുന്ന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യങ്ങൾ ആക്കി മാറ്റിയെടുക്കാൻ ഇപ്പോഴത്തെ MP സ്ഥാനവും ഭാവിയിൽ അദ്ദേഹത്തെ കാത്തിരിക്കുന്ന കേന്ദ്രമന്ത്രി സ്ഥാനവും അദ്ദേഹത്തെ സഹായിക്കുമെന്ന് ഉറപ്പാണ്. തികഞ്ഞ ഹൈന്ദവ വിശ്വാസിയായി തന്നെ തുടരുമ്പോഴും മറ്റു മതവിശ്വാസങ്ങളെ ആദരവോടെ കാണുന്ന അതേസമയം ക്രിസ്തുസ്നേഹിയും മരിയ ഭക്തനുമായ തൃശൂരിന്റെ സ്വന്തം SGക്ക് ഷെക്കേന ന്യൂസിന്റെ അഭിനന്ദനങ്ങൾ.